ഹലോ ഗായ്സ്, കളിപ്പുരയിൽ ഓണസംഗമത്തിന്റെ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഓണസംഗമം നടക്കുന്നത് മറ്റെവിടെയുമല്ല, കടുവയിൽ സ്പോർട്സ് അരേനയിലാണ്. അങ്ങനെ കളിപ്പുരയിലെ തരുണിമണികൾ എല്ലാവരും സാരി, സെറ്റുമുണ്ട്, ലാച്ച, പട്ടുപാവാട തുടങ്ങിയ കേരളീയ വേഷവിധാനങ്ങൾ അണിഞ്ഞ് മൂത്ത കാരണവരായിട്ടുള്ള അച്ചാച്ചൻ വിളക്ക് കത്തിച്ച് തിരുവാതിരയിലൂടെ ഓണസംഗമം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ അങ്ങനെ തിരുവാതിരയ്ക്ക് ശേഷം എല്ലാവരുടെയും മേക്കപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഫ്രഷ് ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും നിരന്ന് ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ഫാമിലി ഫോട്ടോയാണ് എടുക്കുന്നത്. അങ്ങനെ 2025 കളിയിൽപുരയിൽ ഓണസംഗമത്തിന്റെ ഫാമിലി ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുടുംബാംഗങ്ങളുടെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ പ്രോഗ്രാമുകൾ ചേർന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ് അവിടെ നടന്നത്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഗുജറാത്തി കഥളകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. കൊള്ളാലോ കളി, അടുത്തത് പോലത്തെ. ഇങ്ങ് നീലത്തുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും. ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാണ്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഒരറിയിപ്പുണ്ട്, ഉത്സവം കലക്കാമെന്ന തെണ്ടികളെ നിങ്ങളെയും കാത്ത് നാടൻ ബോംബിന്റെ ഒരു കമനീയ ശേഖരം സ്റ്റേജിന്റെ പിൻഭാഗത്തുണ്ട്. മുതലാളിമാരെ അറിയുന്നതിന് മുമ്പ് ഗാനമേള തുടങ്ങാം. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേരും. ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക, പുലിയാട്ടോ പാത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? നമുക്കൊന്ന് അടിച്ച് കേറാം. എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്കേ. ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. തൈര് ഒഴിച്ചു. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. ചേട്ടാ, 2 മിനിറ്റ് മട്ടൺ ഫ്രൈ. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ? അതായത് ഈ ലൈനിൽ നിന്ന് ഇപ്പുറത്തെ ലൈനിലോട്ട് ബോൾ മൂവ് ചെയ്യണം. അതായത് ഇപ്പൊ അച്ഛന്റെ കയ്യിൽ ബോൾ ഇരിക്കുകയാണെങ്കിൽ അമ്മ വേണം അച്ഛനെ നിന്ന് മാറ്റാം. കാര്യം പാട്ട് നിൽക്കുമ്പോ ബോൾ ആരുടെ കയ്യിലാണോ ആ കപ്പിള് പുറത്താവും. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പാട്ടിട്ടോ അയ്യോ, കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞു. കപ്പിളൗട്ടായി. മല്ലയാ, ഞാൻ പോകണേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇതാരാ? യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ. തമ്മിൽ ഇടിക്കുകയൊന്നും ചെയ്യരുത്, ബോട്ടിൽ മാത്രം തൊടുക. അപ്പൊ തുടങ്ങാം. റെഡി? 3, 2, 1 ഗോ. കയ്യടി കമാൻ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.
ആരാത് ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ അസുഖം? ഭ്രാന്തോ? അതെ അതെ. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? ഞാൻ ആരോ ഏട്ടാ? പാസ് ചെയ്യുന്ന ടൈമില് ഇൻ കേസ് രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഔട്ടാവും, നടുക്കാണെന്നുണ്ടെങ്കിൽ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ആഘോഷിച്ച ഒരു എല്ലാരും ക്ലാപ്പടിച്ച് അവരൊക്കെ പ്രോത്സാഹനം കൊടുക്കുക. പെട്ടെന്ന് ഓടി നടക്കുക. ജൽദി കയ്യൊക്കെ അടിച്ചു കൊടുക്കുക, എന്നാലേ അവർക്ക് ഒരു ഓടാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുള്ളൂ. വേണി പെട്ടെന്നോടെ വേണിക്കാണ് ഫസ്റ്റ്. വയറ് വയ്യെങ്കിലും അതിന്റെ യാതൊരു ലക്ഷണവും കാണിക്കാത്ത റോബിനങ്ങളും വായൊക്കെ കഴുകിയിട്ടത് വിചാരിച്ചത് വായൊക്കെ നിറച്ചോണ്ട് പോയിട്ടുണ്ട്. അത് അഴുക്ക വെള്ളമാണ് ബാത്റൂമിൽ നിന്ന് പിടിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അപ്പൂട്ടനെ പെമ്മേഷം കെട്ടിച്ചവരുണ്ടല്ലോ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. Your good name, my name is Missouri, Mississippi, Uttarakhand, Mountbatten, Hudson, Onassis, John Keats Flavor. നല്ല പേര്. എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. ഇത്രയും ബാക്കിയുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചു കൊടുത്ത് സാരി ഉടുത്ത് സാൻഡുവേട്ടൻ മന്ദം കാറ്റ് വാക്ക് ചെയ്ത് വരികയാണ്. അപ്പം തന്നെ സാരി ഉരിഞ്ഞു പോയിരിക്കുകയാണ്. അഴിഞ്ഞ സാരിയെ മേലോട്ടെടുത്തിട്ട് ഒരു ഭാവ വ്യത്യാസമില്ലാതെ ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് എന്റെ ഹസ്ബൻഡ്. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഓക്കെ, അപ്പൊ സാൻഡുവേട്ടൻ കൺഗ്രാജുലേഷൻസ്. Okay, bye. ഇതൊക്കെ എന്ത്? എന്റെ തന്ത
തന്റെ തന്തയല്ല എന്റെ തന്ത. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ഞാനാ ഞാൻ നിന്റെ തന്തയാടാ തന്ത. കുന്തി ദേവി ബാക്കി പറ. കിണ്ടി കഴുകി ഒരു പിടിയില്ല. കുന്തി 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 അതൊന്നും ആയിരിക്കും. കുന്തി കുന്തി ദേവി ഇങ്ങനെ ആക്കി അറിയില്ല. കുന്തി കുന്തി കുത്തിരി കുന്തി കുറ്റം കുന്തി ഇന്ത 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 കുന്തി സാമ്യമുള്ള എന്തെങ്കിലും ഇങ്ങനെ കുട്ടി ഇന്ത അല്ല ഇന്ത ഇന്ത തന്ത കുത്തി. കുന്തി കുന്തി തന്തേരന്ത തന്തേരന്ത തന്റെ തന്തേ ഇന്ത 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 തന്തേരന്ത കുന്തി ഇന്ത കുട്ടി കുണ്ടികളെല്ലാം പോച്ച്. ഗതി കെട്ടാൻ പുലി പുല്ല് തിന്നും. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. പവനായി ശവമായി. അങ്ങനെ 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 അങ്ങാടി തോറ്റാൽ അങ്ങനെ പവനായി ശവമായി. പവനായി ശവമായി. അങ്ങനെ പവനായി ശവമായി. ആദ്യം അങ്ങനെ അങ്ങനെ പവനായി ശവമായി. അങ്ങനെ മല 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 കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്. ഉണ്ണേട്ടൻ ഫസ്റ്റ്. എന്റെ സംഗതി എല്ലാം പുറത്തൊന്നൊന്ന് നോക്ക് ചന്ദ്ര. ലൈനിൽ ചവിട്ടാ ഓടണം. ലൈനിൽ വെളിയിൽ ചവിടണം. ഇപ്പോൾ അവിടെ കാണിച്ച ആഹ്ലാദ പ്രകടനത്തിൽ കണ്ട ഏത്തക്കുല അത് വെറും ഒരു ഏത്തക്കുലയല്ല, അതിന്റെ പേരാണ് വിജയപ്പഴം. വിജയം ഇന്ന് വരും നാളെ പോവും, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മരുമക്കളും കൂടെ ചേർന്നാണ് ആ വിജയപ്പഴം കഴിച്ചു തീർത്തത്. അതിനുശേഷം നമ്മുടെ നൈറ്റ് ഫുഡ് അടിയിലേക്കാണ് കടന്നത്. ഹെവി ഐറ്റം ആയിരുന്നു. അങ്ങനെ ഹെവി ഐറ്റം എല്ലാവരും കഴിച്ച ശേഷമാണ് പിന്നെ സമ്മാനദാനം തുടങ്ങുന്നത്. എല്ലാ ഗെയിംസിലും ഫസ്റ്റും സെക്കൻഡും മേടിച്ച എല്ലാവർക്കും ഉള്ള സമ്മാനം എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് മറ്റൊന്നിനുമല്ല, ഞാൻ അവരുടെ ഫാമിലി മീറ്റിംഗിൽ ആദ്യമായി പങ്കെടുത്തത് കൊണ്ടാണ്. എ ഫസ്റ്റ് ടോക്കൺ ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മളെ എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് ആയിരുന്നു. എല്ലാവർക്കും സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്, മാങ്ങപ്പറി ചെളിക്കൊത്ത്. അങ്ങനെ ലാസ്റ്റ് വളരെ ഗംഭീരമായി ഡാൻസ് DJ-യോട് കൂടി അവസാനിച്ചിരിക്കുന്നു. വിവാഹത്തിന് ശേഷം സാന്റോയുടെ കുടുംബത്തിൽ ആദ്യത്തെ ഫാമിലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ
യാത്രയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി മീറ്റിംഗ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെയൊക്കെ ഫാമിലി മീറ്റിങ്ങിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗെയിംസ്, കാര്യങ്ങൾ, അതുപോലെ എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കളിച്ച് രസിച്ച നല്ല ഒരു ദിവസമായിരുന്നു എനിക്ക് സമ്മാനിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാ ബന്ധുമിത്രാദികൾക്കും എന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക്